MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. സാധാരണ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതിനായി ഞാൻ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പകുതി നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അധികം വലിയ ചിക്കൻ എടുക്കരുത്. 1.5 കിലോയിൽ താഴെ വരുന്ന ചെറിയ ചിക്കൻ മതിയാകും. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. ഈ പാനിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 6 ചെറിയ ഉള്ളി അരിഞ്ഞതും 6 വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറുക്കണം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തതും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി 3 ചെറിയ സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റാം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതെല്ലാം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഗ്രേവി ഒന്നുകൂടി ലൂസാവണം. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വറുത്തരച്ച ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അപ്പം, പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്